ലീഗ് പിണങ്ങിയാൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡിന് അറിയാം. കേരളത്തിലെ ഒരു ഉറപ്പുള്ള 17, 18, 19 സീറ്റ് വരെ കിട്ടുന്ന ആ ചാൻസ് 2029 കളയരുത് എന്നുള്ളത് ഹൈക്കമാൻഡിനും വളരെ താല്പര്യമുണ്ട്. തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പണക്കാട്ടെ തിണ്ണയും നിരങ്ങും, സെനഡിൻ്റെ തിണ്ണയും നിരങ്ങും. വെള്ളാപ്പള്ളിയുടെ കണിച്ചിക്കുളങ്ങലത്തെ തിണ്ണ നിരങ്ങില്ല, പക്ഷേ പെരുന്നയിലെ തിണ്ണയും നിരങ്ങില്ല എന്ന് മാത്രമായാൽ അതും പ്രശ്നമല്ലേ? ലീഗ് താല്പര്യമുള്ള ആളാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനും വഴിയില്ല. കാരണം MLA മാത്രമല്ലേ KCയുടെ കൂടെ ഉള്ളൂ. പിന്നെ അധികം അണികളും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ലീഗിന്റെ ഇൻഫ്ലുവൻസിലാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വല്ലതും നടക്കുമോ? ഇതാണ് ലോകത്ത് ഏത് കോണിലുള്ള മലയാളികളും കോൺഗ്രസിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ചോദ്യം. കാരണം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല. രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, അതോ KC വേണുഗോപാലാണോ? ഇതിൽ ആരെയെങ്കിലും ഒരു പേര് മുന്നോട്ട് വയ്ക്കുവാൻ ഇതുവരെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിച്ചിട്ടില്ല. ഇനി ഇന്നുണ്ടാകുമോ, നാളെ ഉണ്ടാകുമോ, എപ്പോഴുണ്ടാകും? അതോ ഗതികെട്ട് രാഹുൽ ഗാന്ധി പറയുമോ ഈ 3 എണ്ണത്തിനെയും മാറ്റി വേറൊരാളെ നിയമിക്കാമെന്ന്? പരിശോധിക്കാം നമുക്ക് എന്താണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് എന്ന്. നമ്മോടൊപ്പം ചേർന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് നടക്കുന്നത്? വല്ലതും നടക്കുമോ? ലോട്ടറി ടിക്കറ്റുകാരൻ പറയില്ലേ, നാളെ 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 കേരളത്തിന്റെ ബമ്പർ മുഖ്യമന്ത്രി നാളെ പ്രഖ്യാപിക്കും എന്ന് ഹൈക്കമാൻഡും ലോ കമാൻഡും KPCC ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇന്നും ഒന്നും ആയില്ല എന്നുള്ളതാണ്. ഇന്ന് 10ാം ദിവസമാണ്. 10ാം ഉദയത്തിനെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്നുള്ളതാണ് പുറത്തു വരുന്ന കാര്യം. നിഗൂഢതകളുണ്ട്. കാരണം ഇത് അത്ര നിസാരമായി നമ്മൾ ഈ കളിയാക്കുന്നത് പോലെയൊന്നുമല്ല. രാഹുൽ ഗാന്ധിയും കേന്ദ്ര നേതൃത്വവും ഒക്കെ തന്നെ തീയിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായും സംതിങ് ഈസ് ബിഹൈൻഡ് ദിസ് എന്നാണോ? തീർച്ചയായിട്ടും താല്പര്യങ്ങളുടെ സംഘടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ താല്പര്യം, KCയുടെ താല്പര്യം, പിന്നെ ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളുടെ, പ്രത്യേകിച്ച് ലീഗിന്റെ താല്പര്യം, ഘടകകക്ഷികളുടെ താല്പര്യം, ലീഗിന്റെ താല്പര്യം, പിന്നെ സഭയുടെ താല്പര്യം, ഇങ്ങനെ പല താല്പര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ താല്പര്യങ്ങളെല്ലാം അവിടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ താല്പര്യങ്ങളെല്ലാം ചിലർ പരസ്യമായി അറിയിക്കുന്നു, ചിലർ രഹസ്യമായി അറിയിക്കുന്നു, പിന്നെ തെരുവിൽ നാടകത്തിലൂടെ അറിയിക്കുന്നു. അതൊക്കെയാണ് ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും ദേഷ്യം വന്നത്. ഇത് ഒരിടത്തും ഇല്ലാത്ത വിധത്തിൽ തെരുവിൽ ഇങ്ങനെ ഇറങ്ങുന്നത് എങ്ങനെയാണ്? അപ്പോൾ ജനം തെരുവിൽ ഇറങ്ങിയതാണെങ്കിൽ തീർച്ചയായിട്ടും ജനം ഹൈക്കമാൻഡ് പറഞ്ഞു എല്ലാം നിർത്തിക്കോണമെന്ന് 3 പേരെയും വിളിച്ച് പറഞ്ഞപ്പം അത് ടപ്പെന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിൽ ആരൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതാണെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായി. പക്ഷേ കാര്യം സീരിയസ് ആണ്. ലീഗ് പിണങ്ങിയാൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡിന് അറിയാം. അപ്പോൾ ലീഗിനെ അനുനയിപ്പിക്കാനാണോ ഈ സമയം എടുക്കുന്നത്? ലീഗിനെ അനുനയിപ്പിക്കാനാണ് സമയം. ലീഗാണ് ഇതിന്റെ ഡിലേക്കുള്ള പ്രധാന കാരണം. ലീഗ് നേരത്തെ തുറന്നു പറയണ്ടേ, VD സതീശനെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അദ്ദേഹത്തിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം. പക്ഷെ ചില പ്രതികരണങ്ങളിലൂടെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പറയാതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഹൈക്കമാൻഡിന് വേറെ ചില താല്പര്യങ്ങളുണ്ട്. അല്ല, ഇവരിപ്പോ KCയെ ഇങ്ങോട്ട് അയച്ചിട്ട് അവിടെ ഒരു നോർത്ത് ഇന്ത്യയുടെ ഒരു ജനറൽ സെക്രട്ടറിയെ കൊണ്ടുവരണം, ഹിന്ദിക്കാരനായ ഒരു ജനറൽ സെക്രട്ടറി വരണം എന്നുള്ളത്, വർക്കിംഗ് ആയിട്ടുള്ള ഒരു ജനറൽ സെക്രട്ടറി, ഓർഗനൈസിങ് ജനറൽ സെക്രട്ടറി വരണം എന്നുള്ളതാണ് പ്രിയങ്കയുടെയും സോണിയയുടെയും താല്പര്യം. ഏതാണ്ട് ഹിന്ദി ബെൽറ്റിലെ എല്ലാ നേതാക്കളുടെയും താല്പര്യം അതാണ്. രാഷ്ട്രീയകാര്യ സമിതിക്ക് നേതൃത്വം നൽകാൻ കുറെ കൂടി. അതെ, പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിലാണ് ഇപ്പോൾ അവർക്ക് പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിൽ വന്നു. തമിഴ്നാട്ടിൽ വിജയമായി ഒട്ടി നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നേട്ടം ഉണ്ടാക്കാം. കർണാടകയിലും ഒരു സർക്കാർ നിൽക്കുന്നു, തെലങ്കാനയിലും സർക്കാരായി. ഇനി ആന്ധ്ര മാത്രമേ പ്രശ്നമുള്ളൂ. അവിടെ എന്തായാലും കുറച്ചൊക്കെ എന്തെങ്കിലും കിട്ടാം. ജഗൻമോഹനുമായിട്ടൊക്കെ ചോദിച്ച് നിന്നൊക്കെ അവസാനം എന്തെങ്കിലും കിട്ടും എന്നറിയാം. പക്ഷേ പ്രശ്നം മുഴുവൻ നോർത്ത് ഇന്ത്യയാണ്. നോർത്ത് ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായും, ഇപ്പോൾ ബംഗാളും ആസാമും ഉൾപ്പെടെ വന്നതോടുകൂടി നോർത്ത് ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായും, എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ ഏതാണ്ട് ഇനി ഒരു 22% ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ BJPയുടെ കയ്യിലായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു ഉറപ്പുള്ള 17, 18, 19 സീറ്റ് വരെ കിട്ടുന്ന ആ ചാൻസ് 2029 കളയരുത് എന്നുള്ളത് ഹൈക്കമാൻഡിനും വളരെ താല്പര്യമുണ്ട്. അതാണ് ഈ ഡിലേ എല്ലാം വരുന്നത്. അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും
KC തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളായിരുന്നു. പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അല്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ KCയുടെ കേന്ദ്രത്തിലെ പ്രവർത്തനം പോരാ എന്നാണോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ? പ്രവർത്തനം അങ്ങനെ ആവാൻ പോരാ സാധ്യതയുണ്ടോ? എന്നതിനേക്കാൾ ഹിന്ദി ബെൽറ്റിലുള്ള ഒരാളാണെങ്കിൽ ആ. ഹിന്ദി ബെൽറ്റിൽ കുറച്ചുകൂടെ ശക്തി നേടാൻ കഴിയും എന്നാണ്. എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ. കാരണം അഹമ്മദ് പട്ടേലിനെ പോലെയൊക്കെയുള്ള ഒരാൾ വന്നിരുന്നെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് പോയേനെ. അത്തരത്തിലുള്ള ആൾക്കാർ ഉള്ളതായിരുന്നല്ലോ. അതെ, ഉണ്ടായിരുന്നതിനെല്ലാം ഓടിച്ചതാണല്ലോ. ഇനിയുള്ളത് പവൻ ഖേരെ പോലെയൊക്കെയുള്ള പാർട്ടികളാണ്. ആ പവന്റെ ഗുണം ചെയ്യാത്തതാണ് ഈ പവൻ ഖേരെയൊക്കെ. ഇവരെയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ വലിയ വിഷമം തന്നെയായിരിക്കും. അല്ല ഇവരൊക്കെ ഇപ്പോൾ KCയേക്കാൾ മോശമായിരിക്കും ഇതൊക്കെ. അല്ല ഇവരൊക്കെ ഇരുന്ന് എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഒട്ടേറെ നല്ല നേതാക്കളെ കോൺഗ്രസിന് നഷ്ടമായി. അവരൊക്കെ ഇപ്പോൾ BJP പാളയത്തിലാണ്. അതെ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ അവരൊക്കെ നല്ല ചെറുപ്പക്കാർ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു എങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിന് അതാത് മേഖലകളിലൊക്കെ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. അതല്ലെങ്കിൽ തന്നെ അവർ നേതൃത്വത്തിൽ വന്നാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അല്ലേ? തീർച്ചയായിട്ടും സച്ചിൻ പൈലറ്റിനെയൊക്കെ നേരത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ കൊണ്ടുവരേണ്ടതായിരുന്നു. ആ രാജസ്ഥാനിൽ അടിപിടി നടന്നപ്പോഴേ അന്നേ പറയേണ്ടതായിരുന്നു, ശരി ഗെലോട്ട് ഒരു തവണയും കൂടി ഇരുന്നോട്ടെ, വയസ്സായ ആൾ ഒരു തവണയും കൂടി ഇരുന്നോട്ടെ, അശോക് ഗെലോട്ട് അവിടെ ഇരിക്കട്ടെ, താങ്കളിങ്ങ് പോരെ, താങ്കൾക്ക് ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള ഒരു പ്രത്യേക പിന്നെ കഴിവ് കണ്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് എടുത്തിരിക്കുന്നു, ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട് തരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി മാറിയേനെ. അത് പല വലിയ ഒരു ക്രൗഡ് പുള്ളറായിട്ട് അദ്ദേഹം നോർത്ത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചേനെ. പല സ്റ്റേറ്റിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റിലും അത് തന്നെയാണ്. ഹേമന്ത വിശ്വ ശർമ്മ അത് തന്നെയാണ്. അതെ. പിന്നെ മമതാ ബാനർജി അങ്ങനെയല്ലേ പോയത്? മമതാ ബാനർജി കുറച്ച് മുമ്പായിരുന്നേ ഉള്ളൂ. അതെ, നേരത്തെ കൈവിട്ട് പോയതല്ലേ. കറക്റ്റ്. അല്ല ഇതിപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ലഭിക്കുന്ന വിവരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. അത് സമ്മതിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സമ്മതിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ലീഗ് ഇപ്പം തുറന്നു പറഞ്ഞോളാം, ഞങ്ങൾക്ക് KCയെ വേണ്ട എന്നുള്ളത് ഏകദേശം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ബാംഗ്ലൂരിൽ വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്നും അവർ പ്രത്യേക ദൂതനെയൊക്കെ അയച്ചു. ലീഗിന്റെ അവിടുത്തെ നേതാവിനെ, അതെ, കർണാടകയിലെ നേതാവിനെ അയച്ചു. സിദ്ധരാമയ്യെ കൊണ്ട് പല പരിപാടികളും ചെയ്യിച്ചു. അതിലൊന്നും വീണില്ല ലീഗ്. എന്തായിരിക്കാം ലീഗ് ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തം പിടിക്കുന്നത്? 10 വർഷത്തെ പട്ടിണി മാറണ്ടേ? അധികാര പട്ടിണി. അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ഫയലുകൾ ഒപ്പിടുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നല്ലേ നല്ലത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊതുവിൽ ജനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം നടത്തുന്ന ഒരു അഭിപ്രായ പ്രകടനം എന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്നവരായിരിക്കും KCയും RCയും. VD ആണെങ്കിൽ നിലപാടുകളുടെ രാജകുമാരനാണ്, ഉറച്ചു നിൽക്കും പാറ പോലെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്രമക്കേട് നടത്തുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു VDയുടെ കീഴിൽ എങ്ങനെ എല്ലാ ഫയലുകളും ഒപ്പിട്ടെടുക്കും? VDയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. VDക്ക് ഇപ്പോൾ മുമ്പ് സംഭവിച്ച അപകടങ്ങൾ പറ്റരുത്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരുപാട് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. KSന്റെ ആയാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും പിന്നെ മന്ത്രിയാകുന്ന അവസരങ്ങളിലുള്ളതായാലും 5 വർഷം MLA ആയിട്ടും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ പറ്റാത്തവർക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റി. ആ അബദ്ധങ്ങളെല്ലാം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് കളികൾ കൊണ്ട് തനിക്ക് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഉണ്ടായതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇനി പിടിക്കാനുള്ള ബലമായ പിടുത്തം മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗ് പിടിച്ചാൽ കോൺഗ്രസിനകത്ത് പല വിധത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് അറിയാമെന്ന് ബുദ്ധിമാനായ VD സതീശൻ അറിയാം. അതുകൊണ്ടാണ് VD സതീശൻ മുസ്ലിം ലീഗിനെ പിടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മുസ്ലിം ലീഗ് നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. കുറേ നാളായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, പൊതു തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു പ്രസ്ഥാനമാണ്, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മതേതരത്വം എവിടെ പോയി എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രധാനമാണ്. അതുപോലെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പണക്കാട്ടെ തിണ്ണയും നിരങ്ങും, സെനഡിൻ്റെ തിണ്ണയും നിരങ്ങും. വെള്ളാപ്പള്ളിയുടെ കണിച്ചിക്കുളങ്ങലത്തെ തിണ്ണ നിരങ്ങില്ല, പക്ഷേ പെരുന്നയിലെ തിണ്ണയും നിരങ്ങില്ല എന്ന് മാത്രമായാൽ അതും പ്രശ്നമല്ലേ? ഇപ്പം ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്ന് പറയുന്നെങ്കിൽ, ജനങ്ങളുടെ നേതാവാണ് VD സതീശൻ എന്ന് പറയുന്നെങ്കിൽ, ഇവിടെ വോട്ട് ചെയ്തത് മുഴുവൻ ലീഗിൻ്റെ ആൾക്കാർ മാത്രമല്ലല്ലോ. ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് ചെയ്തത് എന്തിനാണ് എന്ന് കൂടെ ആലോചിക്കണം. 102 സീറ്റ് എന്തിനു കൊടുത്തു? ഇതുവരെ കോൺഗ്രസിന് കൊടുക്കാത്തതാണ് 102 സീറ്റ് എന്ന് പറയുന്നത്. പണ്ട് 77 കിട്ടിയെന്ന് പറഞ്ഞാൽ അത് അച്യുതമേനോന്റെ ഭരണത്തിന്റെ പ്രത്യേകത കൊണ്ട് കിട്ടിയതാണ്. ഈ കോൺഗ്രസ് ആയിട്ട് നേടിയ 102 സീറ്റ് ഇന്ന് ആദ്യമാണ്. അത് കോൺഗ്രസിന്റെ ഭരണം കൊണ്ടോ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തെ മികവ് കൊണ്ടോ കൊടുത്തതല്ല. ഈ മാർക്സിസ്റ്റ് ഭരണം, 10 വർഷത്തെ മാർക്സിസ്റ്റ് ഭരണം മാറണം. പിണറായിയുടെ
ഭരണം മാറണം, പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായതിൻ്റെ ഒരു നേട്ടമാണ് ഈ 102 സീറ്റ്. ഓക്കെ. ഇത് കിട്ടിയത് ലീഗും പിന്നെ കേരള കോൺഗ്രസും മാത്രം വിചാരിച്ചുകൊണ്ടല്ലല്ലോ. ഇത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് 14-ൽ ഒരു സീറ്റ് മാത്രം കിട്ടിയ തിരുവനന്തപുരത്ത് BJPയുടെ ഒരു കോട്ട എന്ന് നമ്മൾ പറയാവുന്ന, അല്ലെങ്കിൽ LDFന്റെ കോട്ടയും BJPയുടെ കോട്ടയും മാത്രമെന്ന് പറയാവുന്ന തിരുവനന്തപുരത്ത് 7 സീറ്റ് എങ്ങനെ കോൺഗ്രസിന് കിട്ടി? 7 സീറ്റ് കൊടുത്തത് ഇവിടുത്തെ മെജോറിറ്റി വരുന്ന ഹിന്ദു വിഭാഗം തന്നെയാണ്. തെക്ക് ഉള്ള സംസ്ഥാന ജില്ലകളിലെല്ലാം അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെക്ക് മാത്രമല്ലേ, വടക്കും എല്ലാം ഇത്രയും തമ്പിങ് മെജോറിറ്റി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ പോളറൈസേഷൻ കൊണ്ട് മാത്രം സാധിക്കില്ല. അത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടിൽ അവരുദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു ചെറിയ അബദ്ധം പോലും പറ്റരുത്, ഇത്തവണ പിണറായി തെറിച്ചു പോകണം, വരുന്നത് ഒരു സ്ട്രോങ് ഗവൺമെൻറ് ആയിരിക്കണം. അതിന് 72, 73 ഒന്നും സീറ്റ് കൊടുത്താൽ പോരാ, ഒരു ഹ്യൂജ് മെജോറിറ്റി കൊടുക്കണമെന്ന് വിചാരിച്ച് കൊടുത്തത് തന്നെയാണ് ഈ 102 സീറ്റ്. ജനങ്ങളുടെ ഒന്നാകെയുള്ളൊരു നിശ്ചയദാർഢ്യമാണ്. ഈ നിശ്ചയദാർഢ്യത്തിൽ VD സതീശനാണ് നേതാവെന്ന് ആര് പറഞ്ഞു? കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, UDF പറഞ്ഞിട്ടില്ല. അന്നും നമുക്കെല്ലാം, അല്ലെങ്കിൽ ഇവർ പറയണം നേരത്തെ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി. അല്ല, സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവായത് കൊണ്ട് അങ്ങനെ അങ്ങനെ ഊഹിക്കാൻ പറ്റില്ലല്ലോ. 3 പേര് അവിടെ കിടക്കുകയല്ലേ. 3 അല്ല 5 പേരുണ്ടായിരുന്നു. ആ 5 പേരിൽ തരൂർ പോയി, അത് കഴിഞ്ഞിട്ട് സുധാകരനും പോയി. ബാക്കി 3 പേരുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. അവസാനം നൂൽ കെട്ടി ഇറക്കുമെന്ന് നമ്മൾ വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇലക്ഷൻ മുമ്പായി നമ്മൾ പറഞ്ഞതല്ലേ? അത് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ഇപ്പൊ അറിഞ്ഞൂടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അതൊക്കെ നെറേറ്റീവാണ്. ഈ ഫ്ലക്സുകൾ, ഈ പ്രകടനങ്ങളെല്ലാം നെറേറ്റീവാണ്. ഇത് ജനങ്ങളുടെ ഇച്ഛയല്ല, ഏതാനും ചില ഗ്രൂപ്പുകളുടെ ഇച്ഛയാണ്. അതല്ലേ സ്വിച്ചിട്ട പോലെ ഹൈക്കമാൻഡ് പറഞ്ഞപ്പം സമരം നിർത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ ഇച്ഛയ്ക്ക് ഉപരിയായിട്ട് മറ്റൊരു ഇച്ഛ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഏത് തീരുമാനം വന്നാലും പ്രതിഷേധം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ആ പ്രതിഷേധം കെട്ടടങ്ങാൻ കുറെ കാത്തിരിക്കേണ്ടി വരും. വലിയ പ്രതിഷേധം ഉണ്ടാവും, അത് കെട്ടിടങ്ങാനും കാത്തിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതേസമയം ലീഗ് താല്പര്യമുള്ള ആളാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനും വഴിയില്ല. കാരണം MLA മാത്രമല്ലേ KCയുടെ കൂടെ ഉള്ളൂ. പിന്നെ അധികം അണികളും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനകത്തുള്ള ലീഗിന്റെ ഇൻഫ്ലുവൻസിലാണ്. ആ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ആരാണ് ഇടിക്കൊപ്പം നിൽക്കുന്നത് നോക്കിയാൽ അറിയാം. അവർക്കെല്ലാം താല്പര്യങ്ങൾ, ന്യൂനപക്ഷ താല്പര്യങ്ങളുള്ളവരാണ് അവരെല്ലാം ഇടിക്ക് പിന്നിൽ നിൽക്കുന്നത്. ഓക്കെ. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇപ്പം കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ താല്പര്യത്തിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടാകുമോ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷത്തെ ക്ഷീണം അകറ്റുക, അധികാര ദാരിദ്ര്യം. ആ ദാരിദ്ര്യം മാറ്റുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു മുഖ്യമന്ത്രി വേണം. എല്ലാ കാര്യങ്ങളും വളരെ തന്ത്രപൂർവ്വം ഒപ്പിടാനൊക്കെ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി വേണം. അത് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി വേണം. പക്ഷെ പല കാര്യങ്ങളിലും കടുംപിടുത്തം പിടിച്ച VD സതീശൻ അങ്ങനെ നിന്നു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊരു സംശയം അതാണ്. കടുംപിടുത്തം ഏത് കാര്യത്തിലാണ് VD സതീശൻ പിടിച്ചിട്ടുള്ളത്? ആ കാര്യത്തിൽ തനിക്കെതിരെ വരുന്ന ഒരു ആയുധമായിരിക്കും PV അൻവർ എന്നുള്ളതുകൊണ്ടല്ലേ അദ്ദേഹം കടുംപിടുത്തം പിടിച്ചത്. അല്ലാതെ ഒന്നുമല്ല. അദ്ദേഹം അവസാനം ആ കടുംപിടുത്തം ഉപേക്ഷിച്ച് സീറ്റും കൊടുത്തില്ലേ. അങ്ങനെയാണെങ്കിൽ കടുംപിടുത്തം 2 മാസം കഴിയുമ്പോൾ മാറാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഒരാൾ ഇവിടെ വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിൽ വേണ്ടാന്ന് തീരുമാനിക്കണ്ടേ? അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും, കടുംപിടുത്തങ്ങളൊന്നും, അതായത് ഇതെല്ലാം നെറേറ്റീവാണ്. VD സതീശൻ അത്തരത്തിൽ വലിയ ഒരു കടുംപിടുത്തക്കാരനാണ് എന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. ഇവിടെ പല കാര്യങ്ങളിലും രമേശ് ചെന്നിത്തലയും കടുംപിടുത്തം കാണിച്ചിട്ടുണ്ട്, KC വേണുഗോപാലും കടുംപിടുത്തം കാണിച്ചിട്ടുണ്ട്. AK ആന്റണി ഇതിനേക്കാൾ കടുംപിടുത്തക്കാരനായിരുന്നു. പല കാര്യങ്ങളും AK ആന്റണി എന്തെല്ലാം കാര്യങ്ങൾ കടുംപിടുത്തത്തോടെ തുറന്നു വന്നിട്ടുണ്ട്. അന്നൊക്കെ ലീഗിന്റെ അതിർത്തി വന്നിട്ടുള്ളതാണ്. അല്ല, അതിപ്പോ ഇങ്ങനെ ഈ ഒരു തർക്കത്തിനിടയിൽ ആകെ അപ്രസക്തനായി പോയിട്ടുണ്ടോ രമേശ് ചെന്നിത്തല? രമേശ് ചെന്നിത്തലയ്ക്ക് അപ്രസക്തനായിരുന്നു. പക്ഷെ ഇപ്പം കോംപ്രമൈസിങ് കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള ഒരു യോഗ്യത വരുമോ എന്നായിട്ടുണ്ട്. കാരണം ഹൈക്കമാൻഡിന് VD സതീശനെ പിണക്കിയാൽ ഉണ്ടാകുന്ന ഇവിടുത്തെ ചില പ്രത്യാഘാതങ്ങൾ ലീഗ് വഴി അവർക്ക് സംശയം വന്നിരിക്കുന്നു. ഇപ്പോൾ വയനാട് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയല്ലേ. വയനാട് ഒരു അമേഠിയായി മാറും. അമേഠിയായി മാറിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഇനി അങ്ങോട്ട് വരണ്ട, വന്നാൽ തോറ്റ്. അല്ല, അത് വ്യക്തമായി പറയുന്നുണ്ട്. രാഹുലും പ്രിയങ്കയും വരേണ്ട, വയനാട് ഇനി സേഫ് ഹെവൻ ആയിരിക്കില്ല എന്ന്. ആ ഒരു തുറുപ്പ് ചീട്ടിൽ പിടിച്ചുകൊണ്ടാണ്
ഇപ്പോൾ ലീഗ് കളിക്കുന്നത്. ഇത് അപ്പോൾ ഒരു കോംപ്രമൈസിംഗ് ആയിട്ട് രമേശ് ചെന്നിത്തല വന്നാൽ രമേശ് ചെന്നിത്തല വന്നാൽ ലീഗ് തൽക്കാലം മറ്റേ ആളെ വെട്ടിയല്ലോ എന്ന് പറഞ്ഞ് വി ഡി ചിലപ്പം പിന്നെ ഒതുങ്ങിയേക്കാം. വി ഡി സതീശന് ഒതുങ്ങും, മുസ്ലിം ലീഗ് ഒന്ന് ഒതുങ്ങി തന്നാൽ ചിലപ്പോൾ കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വന്നാലോ എന്നൊരു സംശയം. പണ്ടും പക്ഷേ അതിന് രമേശ് ചെന്നിത്തലയോട് വലിയ എതിർപ്പൊന്നും ഇല്ലാത്ത നേതൃത്വമാണ് മുസ്ലിം ലീഗിനുള്ളത് അല്ലേ? അതെ, അവർക്ക് അതിനകത്ത് വലിയ പ്രശ്നമില്ല. ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റുമെന്നറിയാം. പിന്നെ ഒരു ടൈം ഇത് കഴിയുമ്പോൾ വി ഡി സതീശനെ മാറ്റി രമേശ് ചെന്നിത്തല മാറ്റി വി ഡി സതീശന് വന്ന് കയറാം എന്നൊരു സാധ്യതയും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ 29 പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സീറ്റിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട സീറ്റിൽ മത്സരിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോവാം. അങ്ങനെയും സാധ്യതയുണ്ട്. ഓക്കെ, ഇല്ല എൻ്റെ വേറൊരു സംശയം എന്ന് പറയുന്നത് ഇത്രയും ഓക്കെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഡിലേ, ഇനിയിപ്പോൾ ഈ മന്ത്രിസഭ രൂപീകരണം എത്രത്തോളം കിറാമുട്ടിയായിരിക്കുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നിസ്സാരമായ വിഭജനം, ഓരോ ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ട മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നുള്ളതൊക്കെ സംബന്ധിച്ച് അതെല്ലാം ഇനി പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലീഗിന് ഇത്ര പറഞ്ഞാൽ അവർ 5 മിനിറ്റ് കൊണ്ട് പ്രഖ്യാപിക്കും. പക്ഷേ കേരള കോൺഗ്രസിന് ഇത്ര എന്ന് പറഞ്ഞാൽ അവരും 2 മിനിറ്റ് കൊണ്ട് പ്രഖ്യാപിക്കും. എനിക്ക് തോന്നുന്നു ഈ മുഖ്യമന്ത്രി തീരുമാനത്തിൽ അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വയ്ക്കുന്ന മറ്റൊരു ഡിമാൻഡ് എന്തായിരിക്കുമെന്ന്, അവർ കടുത്ത വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തങ്ങൾക്ക് കിട്ടണം എന്ന് നിർബന്ധം പിടിക്കും. അതായത് മുഖ്യമന്ത്രി ഞാൻ കൊടുക്കുന്ന ഫയലുകൾ ഒപ്പിടില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ചില വകുപ്പുകൾ എൻ്റെ കയ്യിൽ ഇരിക്കണം. അപ്പോൾ കോംപ്രമൈസിന് വരും. ഓക്കെ, ആ കോംപ്രമൈസാണ് നമ്മുടെ ലീഗ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 5-ൽ കൂടുതൽ മന്ത്രിസ്ഥാനവും ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടേ, തീർച്ചയായിട്ടും ആവശ്യപ്പെടും. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നും ആവശ്യപ്പെടാം. കാരണം ഇവിടെ ഇത്രയും വലിയ നാടകം നടക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനു മാറി നിൽക്കണമെന്ന് അവരും വിചാരിക്കും. അവർ മാറി നിന്നിട്ടൊന്നുമില്ല. ആദ്യം മുതലേ അവർ ഇതിനകത്തെ ഡിലേയുടെ പ്രധാന കാരണം അവരാണ്. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഉടക്കി സ്വാമി തേങ്ങ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഉടയ്ക്കാൻ ഇത്രയും നാളും താമസം വരുത്തിയത് അവർ തന്നെയാണ്. കാരണം അവർക്ക് വ്യക്തമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല, അവരവരുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചോട്ടെ എന്ന് പറയുമെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ കൂടെ പ്രിയങ്ക വഴിയും സോണിയ വഴിയും ഒക്കെ അവർ പല വിധത്തിൽ മെസ്സേജുകൾ അവിടെ എത്തിച്ചിരുന്നു. പ്രിയങ്ക വഴിയാണ് മെസ്സേജ് എത്തിരുന്നത്. ഇപ്പോൾ അവസാനം സോണിയ ഇടപെട്ടപ്പോഴും അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് വി ഡി സതീശൻ തന്നെ വേണം. അപ്പോൾ തുറത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ ഡിലേ വന്നുകൊണ്ടിരിക്കും തോറും അവിടെ തേങ്ങ ഉടയ്ക്കാൻ വൈകിക്കൊണ്ടിരിക്കും. അവസാനം ഇനി ലീഗ് കയറി തേങ്ങ ഉടച്ചു കളയുന്നതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പറഞ്ഞാൽ പണ്ട് ജഗതി എങ്ങനെയല്ലേ ഇത് ഇങ്ങോട്ടയുടെ ആശാനെന്ന് പറഞ്ഞ് ഉടച്ചു. പക്ഷെ ഉടച്ചപ്പം സംഗതി എനിക്കിപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നത്, ഈ UDFന്റെ നേതാക്കളോടും അണികളോടും എനിക്കൊരു സഹതാപം തോന്നുകയാണ്. കാരണം ഈ 102 സീറ്റ് എന്നുള്ള ഒരു തമ്പിങ് വിക്ടറി നേടിയിട്ട് അവർക്കതൊന്ന് ആഹ്ലാദിക്കാൻ പോലും, മനസമാധാനത്തോടെ ഒന്ന് ആഘോഷിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. അതിന്റെ ഗ്ലാമർ അവർ കളഞ്ഞല്ലോ. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസിന് 102 സീറ്റ് കിട്ടുന്നത്. പണ്ട് 77 കിട്ടിയത് അച്യുതാനന്ദന്റെ ഭരണത്തിന്റെ മികവിലാണ്. അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷത്തിന്റെ മികവിലൊന്നും അല്ലാതെ തന്നെ ഇപ്പം 102 സീറ്റ് കൊടുത്തത് ഈ ഭരണം മാറി നല്ലൊരു ഭരണം വരട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടാണ്. അതവർ കളഞ്ഞു നശിപ്പിച്ചു. ഇതിൻ്റെ അനന്തരഫലം വരാനിരിക്കുന്നത് 3 സീറ്റുള്ള BJP 50 സീറ്റിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും കടുത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ, പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗാണ് ഈ ഡിലേക്ക് കാരണം. അതുപോലെ തന്നെ അവർ ഇത്തരത്തിലുള്ളൊരു നിലപാട് ഇനിയും തുടരുമെന്നാണോ അങ്ങ് കരുതുന്നത്? കാരണം അവര് പ്രത്യക്ഷമായിട്ട് വരാതെ പരോക്ഷമായി വരികയാണ്. 5ാം മുഖ്യമന്ത്രിയും 5ാം മന്ത്രിയും 6ാം മന്ത്രിക്കും പകരം ഇപ്പോൾ അവര് ലീഗിന്റെ മുഖ്യമന്ത്രിയാണ് ആവശ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ ലീഗിന്റെ മുഖ്യമന്ത്രിയായിട്ട് ആക്ട് ചെയ്യുന്ന അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവര് ഇപ്പോൾ ഈ രീതിയിൽ നീങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വകുപ്പ് സംബന്ധിച്ചും നമ്പർ ഓഫ് മന്ത്രിമാർ സംബന്ധിച്ചും ഉള്ള ഡിമാൻഡും കൂടുമെന്നാണോ? അതാണ് അവരുടെ അടുത്ത കടുത്ത തീരുമാനം എന്ന് പറയുന്നത്. ഇൻ കേസ് അവരുടെ പുറത്തു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ 22 + 35 എന്ന് പറയുന്നത് 72 അല്ല. അല്ലാത്തടത്തോളം കാലം അവർക്ക് പുറത്തു നിന്നിട്ട് കാര്യമില്ല. അവര് ഉദ്ദേശിക്കുന്നത് അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങളുടെ കിട്ടണം. അപ്പൊ പിന്നെ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല, അവർക്ക് തന്നെ തീരുമാനം എടുത്ത് പോവാം. ഓക്കെ, അപ്പം പല വകുപ്പുകളും പ്രധാനപ്പെട്ടത് പലരുടെയും പോവുകയാണെങ്കിൽ ലീഗിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ആവശ്യമാണ്, അവരുടെ മുഖ്യമന്ത്രി ആവശ്യമാണ്. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിയ പോലെ അവരുടെ താല്പര്യങ്ങളെ വെള്ളപൂശുന്ന ഒരു മുഖ്യമന്ത്രി ആവശ്യമാണ്.
അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ആ ആ കാര്യമാണ് അവർ പറയാതെ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ യാതൊരു സംശയമില്ല. കാരണം BJP യുടെ ഈ വളർച്ച അടിത്തട്ടിൽ നടക്കുന്ന കളികൾ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ഇപ്പം BJPക്കും അറിയാം, CPM-നും അറിയാം. അതവർ പുറത്ത് പറയാനുള്ള സമയമായിട്ടില്ല. ഇപ്പം മധുപുതു സമയത്ത് അവർ പറയില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറയും എന്താണ് ഭരണത്തിൽ നടക്കുന്നത് എന്നുള്ളത്. ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അതെ, ഈ കളികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം അവരുടെ കൈകളിലേക്ക് എത്തുകയാണ്. അതെ. അത് എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ഇപ്പം കേരളത്തിലുണ്ട്. ഉം. പണ്ടാണെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ മുഴുവൻ ഒരു സംഘത്തിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാം കൃത്യമായി അവരുടെ മനസ്സിൽ എത്താനുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ട് ആളുകൾ തിരിച്ചറിയും. ഓക്കെ. ഇതിന് ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഈ തടസ്സം വരാതെ 10 ദിവസം വരാതെ ഒറ്റ ദിവസം തന്നെ ലീഗിന് കാര്യം തീരുമാനിക്കാമായിരുന്നു. ഞങ്ങൾക്ക് KC വേണുഗോപാലിനെ വേണ്ട, ഉം. ഞങ്ങൾക്ക് വേണ്ടത് VD സതീശനെയാണ് എന്നൊരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് ആ കോംപ്രമൈസിൽ അവരും പങ്കെടുക്കുക. അവസാനം രമേശ് ചെന്നിത്തലയാണ് കോംപ്രമൈസിങ് കാൻഡിഡേറ്റ്. ശരി, തൽക്കാലം ഇതായാലും മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ ഒന്നാമത്തെ 2ാമത്തെ ദിവസത്തെ പ്രശ്നം തീർന്നേനെ. ഇത് തുറന്നു പറയാതെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശൈലി വന്നതാണ് ഈ കൂടുതൽ ഡിലേക്ക് കാരണം. അതായത് നേരിട്ടിടപെട്ടാൽ തങ്ങൾക്ക് ഈ വരുന്ന BJP വിപത്ത് ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ നേരിട്ടിടപെടാതെ കഴിയുന്നത്ര പോയി. പക്ഷേ ഇതിപ്പോൾ പറയാതെ പോയാൽ അവസാനം വായില്ലാ കുന്നിലപ്പനായി പോകുന്നവർക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം തുറന്നു പറയാമെന്ന് വെച്ചത്. വിജയിച്ചത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള പാത സുഗമമായിരിക്കില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം. ഒന്നല്ലെങ്കിൽ വേറൊന്നും. ഇത് ശിഥിലമായല്ലോന്നേ. 3 നേതാക്കൾ തമ്മിൽ ശൈഥില്യം അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ യോജിപ്പിച്ചുകൊണ്ട് ഇപ്പം എന്താ വരാൻ പോകുന്നത്? VD സതീശൻ ആണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ MLA-മാരുടെ പിന്തുണ ഇല്ലാതായി പോവില്ലേ? സ്പർദ്ധ വന്നാൽ പിന്നെ അത് എങ്ങനെയാണ് ശരിയാക്കുന്നത്? 2 പേര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ അഭിപ്രായ വ്യത്യാസം പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. പറഞ്ഞു തീർക്കാം, പക്ഷേ അത് ഉള്ളിൽ നിന്ന് പോവില്ല. അല്ല, ഇനിയിപ്പോൾ KC വേണുഗോപാലിനെ തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയായി. പക്ഷേ VD സതീശൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത്, മുഖ്യമന്ത്രി അല്ല എങ്കിൽ മറ്റൊന്ന് താൻ ക്യാബിനറ്റിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. വനവാസം ചിലപ്പോൾ വീണ്ടും തുടർന്നേക്കും. അപ്പോൾ അത് വീണ്ടും ഒരു നാണക്കെട്ടിന് കാരണമാണ്. അത് രമേശ് ചെന്നിത്തലയും ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാന്നാണ് പറയുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് KC ആണ് വരുന്നതെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാന്ന് തീരുമാനിച്ചാൽ കൂടുതൽ പ്രശ്നമാവില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ KC-യെ വെട്ടാൻ വേണ്ടി രമേശ് വന്നാലും VD അനുകൂലിക്കും. ഓക്കെ. എന്നതാണ് ഇപ്പോഴത്തെ നയം. അപ്പോൾ അത് ചിലപ്പോൾ ലീഗും അനുകൂലിച്ചേക്കും. വലിയ വിപത്തിന് പകരം ചെറിയ വിപത്ത്. നമ്മൾ ഉദ്ദേശിക്കുന്ന KC വേണുഗോപാൽ വന്നാൽ ലീഗിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ നടക്കില്ല എന്നാണോ അങ്ങ് കരുതുന്നത്? ഇപ്പൊ കൂടുതൽ വഷളായെന്നേ. കാരണം എനിക്ക് പിന്തുണ തരാത്ത നിങ്ങൾക്ക് പിന്നെ ഞാൻ എന്തിനു പിന്തുണ തരുന്നത്? കറക്റ്റ്. ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാം എന്ന് തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും? ഓക്കെ. ഇതൊക്കെ KC വളരെയധികം വ്രണപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. കേരളത്തിന് വേണ്ടാത്ത ഒരു മുഖ്യമന്ത്രിയെ കെട്ടിയിറക്കുന്നു എന്നുള്ളത് പണ്ട് പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ലീഗ് ഉൾപ്പെടെയുള്ളവർ അത് പരസ്യമാക്കി എന്നുള്ള വേദന അദ്ദേഹത്തിനുണ്ട്. ഒരു വില്ലൻ പരിവേഷമാണ് ഇപ്പോൾ KC വേണുഗോപാലിന്. വില്ലൻ എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്ത വില്ലന്റെ പരിവേഷമാണ്. ജനാധിപത്യം ബലാത്സംഗം ചെയ്ത രീതിയിലാണ് അദ്ദേഹത്തിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഒട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പോലും ചെറുതായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന വിധത്തിൽ ഇത് ഒന്ന് മാറി നിന്നുകൂടെ എന്നവറ്റോ സൂചിപ്പിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസം വരുന്ന വിധത്തിൽ സംസാരിച്ചു എന്ന് കേൾക്കുന്നു. കേൾവികളാണ്. ആ കേൾവികൾ എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയും പിന്നെ KC വേണുഗോപാലും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ദൃഢമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ വിള്ളലുകൾ വീഴണമെങ്കിൽ ആ വിള്ളലുകൾ ആര് വീഴ്ത്തി അത് KC-യുടെ മനസ്സിൽ കാണും. ഇത് VD സതീശൻ വിചാരിച്ചാൽ വരില്ല, രമേശ് ചെന്നിത്തല വിചാരിച്ചാലും വരില്ല. രാഹുൽ ഗാന്ധിയെ ഒരിക്കൽ ജയിപ്പിച്ച, പ്രിയങ്ക ഗാന്ധിയെ ഇപ്പോൾ ജയിപ്പിച്ച ആൾക്കാർ തന്നെ വിചാരിച്ചാൽ ഇത് വരുവുള്ളെന്ന് KC-ക്ക് അറിയാം. അപ്പം KC കോപാകുലനാണ്. അതിന് പല കാര്യങ്ങളിലും അദ്ദേഹം അത് പ്രകടിപ്പിക്കും. ഇത് കേരളത്തിൽ കോൺഗ്രസിനകത്ത് വേറൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതാണ് BJP-ക്കും നാളെ CPM-നും ഒക്കെ വളമാകാൻ ഉപകരിക്കുക. കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി, അദൃശ്യ ശക്തികൾ ഞങ്ങളെങ്ങും പോകുന്നില്ല എന്ന് പറയുകയും കോണി വെച്ച് കയറി ഒരു ശക്തി പ്രയോഗിക്കുന്നുണ്ട്. ആ ശക്തി ആരെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് ഇത് പരസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ലീഗ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഘടകകക്ഷിയാണ്, ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഇത്രയും ഉണ്ടാവില്ല. അതിന് പകരം രഹസ്യമാക്കി ഇത് പ്രവർത്തിച്ച് ഇപ്പോൾ അവസാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ
അവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ചില തീരുമാനങ്ങളിലേക്ക് തങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. അതെ. ഇത് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. കാര്യങ്ങൾ കോൺഗ്രസിൽ അത്ര പന്തിയല്ല. അവിടെ ഈ തീരുമാനം നീണ്ടുപോകുന്നതിന് കാരണക്കാരായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. കാരണം അവർക്ക് വേണ്ടത് വി ഡി സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. എങ്കിൽ മാത്രമേ അവരുടെ ഇംഗിതങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്ന് ലീഗ് ചിന്തിക്കുകയാണ്. ആ സന്ദേശം അവർ ഇപ്പോൾ ഔദ്യോഗികമായി നൽകി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് KCയെ കൈവിടാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം നീണ്ടുപോകുന്നത്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചേർന്ന് ചില നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെന്നും KC വേണുഗോപാലിനെ മാറ്റി നിർത്തുവാൻ പരസ്പര സഹകരണത്തിന് തയ്യാറാണ് എന്ന് ഇരു നേതാക്കളും തീരുമാനിച്ചതായും ചില ശ്രുതികൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുന്നു. ഹൈക്കമാൻഡിന് മുന്നിലെ കീറാമുട്ടിയായി മുഖ്യമന്ത്രി കസേര ഇപ്പോഴും നിലകൊള്ളുകയാണ്. അത് UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും ആകെ നാണക്കേടായി മാറിയിട്ടുണ്ട്. നേരത്തെ ചർച്ചയ്ക്കിടയിൽ സൂചിപ്പിച്ച പോലെ ഒന്ന് മനസ്സ് തുറന്നാഹ്ലാദിക്കാനോ ആഘോഷിക്കുവാനോ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് അവർ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ ഒരവസ്ഥയിലാണ്. പുറത്തിറങ്ങി ആൾക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ. എന്തെങ്കിലും നടക്കുമോ, ഇന്നെങ്കിലും നടക്കുമോ? ഈ ചോദ്യം അവർ നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അതിനുള്ള ഉത്തരം എന്ന് വരുമെന്ന് പറയാനും സാധിക്കില്ല. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം, അത്രമാത്രം പറയാം. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.